Hi dears, നമ്മൾ സീക്വൻസിനെ കുറിച്ച് ഒരു ക്ലാസ് കഴിഞ്ഞു. അടുത്തത് കൺവേർജൻസ് ഓഫ് സീക്വൻസ് ആണ്. കൺവേർജൻസിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞതാണ്. ആ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനിഷൻ ഞാൻ ഒന്നുകൂടി പറയാണ്. എ സീക്വൻസ് and converges to L is for every epsilon greater than 0 there exists a natural number n. There exists n belongs to a set of natural numbers such that mod n minus l less than epsilon for all n greater than or equal to n. A particular number ne shesham suffix or particular number കഴിഞ്ഞാൽ സീക്വൻസിലെ ടേം ലിമിറ്റ് തമ്മിലുള്ള ദൂരം ലെസ് ദാൻ എപ്സിലോൺ ആക്കാൻ കഴിയും എന്ന് നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ we say that the sequence converges to the limit L. Okay, so ഒരു problem idea show that sequence 1/n converges to 0. എങ്ങനെ ഈ പ്രോബ്ലം ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് മോഡ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. We have to show that for there exists a natural number n, there exists n belongs to n such that mod 1/n minus 0 less than epsilon. അതെങ്ങനെ കാണും? അത് കാണാൻ നമ്മൾ what is mod 1/n minus 0? n natural number അല്ലേ. 1/n is a real number, a positive number. പോസിറ്റീവ് നമ്പറിന് 0 വെച്ചാലും പോസിറ്റീവ് തന്നെ മോഡുലസ്. അപ്പൊ മോഡുലസ് നമുക്ക് വെറുതെ ഒഴിവാക്കാം. this can be written as 1/n less than epsilon. this can, that is n രണ്ട് ഭാഗത്തെ റെസിപ്രോക്കൽ എടുത്ത് എന്താണ് വരിക? രണ്ട് ഭാഗത്തെ റെസിപ്രോക്കൽ എടുത്താല് n greater than 1/epsilon ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് n greater than or equal to n ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണ്. n greater than or equal to n ആയിട്ടുള്ള ഒരു നാച്ചുറൽ നമ്പർ ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോ നമുക്ക് എന്താണ് പറയാൻ പറ്റുക? choose n, capital N has a positive real number, as a positive real number like positive integer greater than 1/epsilon. Choose capital N as a positive integer greater than 1/epsilon. അപ്പൊ n greater than 1/epsilon ആവുമ്പോ ഇത് ഹോൾഡ് ചെയ്യും എന്ന് നമുക്ക് കിട്ടി. നമുക്ക് ക്യാപിറ്റൽ N കാണണം. ക്യാപിറ്റൽ N എടുക്കുക. ക്യാപിറ്റൽ N ഈ 1/epsilon വലിയ നമ്പർ ആയിട്ട് ചൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുക n greater than small n greater than capital N implies എന്താ 1/n less than epsilon or mod 1/n minus 0 less than epsilon. Therefore sequence 1/n converges to clear ആണോ? ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. show that limit of s limit n tends to infinity Sn equal to 2/3 is Sn equal to 2n plus 1 divided by 3n plus 5. n belongs to a. So this is Sn is a sequence whose nth term is 2n plus 1 by 3n plus 5. Where Sn numbers എങ്ങനെ വരികയാണ്? 2 into 1 plus 1 by 3 into 1 അപ്പോൾ 3/8 ഫസ്റ്റ് ടേം. രണ്ടാമത്തതോ 5/11. അങ്ങനെയാണ് ആ സീക്വൻസ് പോവുക.
ആ സീക്വൻസ് എവിടേക്ക് കൺവേർജ് ചെയ്യുന്നതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? 2/3 പോകുന്നതാണ് നമുക്ക് കൺവേർജ് ചെയ്യേണ്ടത്, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ വാട്ട് ഈസ് മോഡ് an minus l ഹിയർ? വാട്ട് ഈസ് മോഡ് an minus l ഹിയർ? അപ്പൊ നമുക്ക് മോഡ് Sn converges to എവിടേക്കാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? 2/3. So what is mod Sn minus 2/3 ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. What is this? Is equal to 2n plus 1 divided by 3n plus 5 minus 2/3. What is this? ഇതിനെങ്ങനെ എഴുതാം? equal to മോഡുലസിനകത്ത് 3 അങ്ങോട്ട് മൾട്ടിപ്ലൈ അപ്പോൾ 6n plus 3 minus 6n minus 10 divided by 3 into 3n plus 5. Right? What about this? Is equal to mod 6n cancel ആവും അല്ലേ? 6n cancel ആവും. ബാക്കി എന്താണ്? 3 minus 10 minus 7 ഉണ്ടാവുക. minus 7 divided by 9n plus 15. Okay, നമുക്ക് എന്താണ് വേണ്ടത്? ഇതാണ് മോഡ് Sn minus 2/3. അപ്പൊ മോഡ് Sn minus 2/3 less than epsilon ആക്കണമെങ്കിൽ എന്താക്കണം? That implies മോഡ് minus 7 divided by 9n plus 15 less than epsilon. Now, what about this? മോഡുലസ് ഒഴിവാക്കണമെങ്കിൽ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കണം. നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ എന്തായാലും പോസിറ്റീവ് ആണ്, ന്യൂമറേറ്റർ നെഗറ്റീവ് ആണ്. അപ്പൊ മോഡുലസ് അപ്ലൈ ചെയ്താൽ ഇതിന്റെ ന്യൂമറേറ്ററിന്റെ മോഡുലസ് 7 ആവും, ഡിനോമിനേറ്റർ പോസിറ്റീവ് തന്നെ ആയതുകൊണ്ട് നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കിയിട്ട് നമുക്ക് മോഡുലസ് ഒഴിവാക്കാം. ലെസ് ദാൻ എപ്സിലോൺ. എന്താണ് ഇതിന് എങ്ങനെ n കാണും? n ഗ്രേറ്റർ ദാൻ, നമുക്ക് n ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ള ക്യാപിറ്റൽ എന്നാണ് കാണുന്നത്. അപ്പൊ എന്നിനെ ഇതിന് സെപ്പറേറ്റ് ചെയ്യണം. എന്ത് ചെയ്യും? എപ്സിലോൺ ഇങ്ങോട്ടുണ്ട്. അപ്പൊ 7/epsilon ലെസ് ദാൻ 9n plus 15 എന്നിട്ടും that is 9n greater than 7/epsilon minus 15 എന്നിട്ടും n എന്താവും? n greater than 9 കിട്ടും 7 divided by 9 epsilon minus 15/9. Okay, so if we choose capital N as a positive integer or natural number, positive integer greater than 7/9 epsilon minus 15/9, then n greater than n implies എന്താണ്? നമുക്ക് n greater than n ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ തുടങ്ങിയത് mod Sn minus 2/3, mod Sn minus 2/3 less than epsilon. Therefore, limit Sn tends to infinity. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പൊ നമുക്ക് എപ്സിലോൺ എത്രയും നമുക്ക് അറിയില്ല, പക്ഷെ ആ എപ്സിലോൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് മാത്രം അവിടെ പറഞ്ഞാൽ മതി, അതേ ചെയ്യാനുള്ളൂ. നെക്സ്റ്റ് determine whether the sequence minus 1 raised to n converges or diverges. ഈ സീക്വൻസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്.
അപ്പൊ എങ്ങനെ ചെയ്യും? സീക്വൻസ് -1 എന്ന് പറഞ്ഞാല് ഇസ് ഈക്വൽ ടു എന്നിന് ഒന്നിടുമ്പോ -1 +1 etc. എത്ര ടേം കഴിഞ്ഞാലും the terms of the sequence does not approach any real number as intensity infinity. അത് ആദ്യത്തെ ടേം എത്രണ്ണം കഴിഞ്ഞാലും ടേം 1-നും -1-നും ഇടയിൽ ഇങ്ങനെ 1 -1 1 -1 എത്ര കഴിഞ്ഞാലും ഇതിലൊരു വ്യത്യാസം ഉണ്ടാവണില്ല. അപ്പൊ അങ്ങനെ ഒരു ടേമിനെ അപ്രോച്ച് ചെയ്യുമ്പോ നമുക്ക് സീക്വൻസിലെ ടേമും ഇപ്പോ ഏതൊരു നമ്പറും തമ്മിലുള്ള ദൂരം < ആക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് sequence -1 does not converge to any real number. ഏതെങ്കിലും ഒരു നമ്പറിനായിട്ട് ഇത് ദൂരം കുറഞ്ഞു വരുന്നില്ല. -1 1 ഇല്ല അതല്ലാതെ ഇപ്പോ സീക്വൻസിന് പകരം 1 1 1 1 1 ആണ്. ഈ 1-ഉമായിട്ടുള്ള ദൂരം എപ്പോഴും 0 ആണ്. അതിനേക്കാളും കുറെ അല്ലല്ലോ. അപ്പൊ 1-ഉമായിട്ടുള്ള ദൂരം സീക്വൻസിലെ എല്ലാ ടേമും വളരെ കുറവായതുകൊണ്ട് സീക്വൻസ് 1-ലേക്ക് കൺവേർജ് ചെയ്യുന്നതാണ്. ഇവിടെ എന്താ പറയാ, ഇവിടെ സീക്വൻസിലെ ടേം തമ്മിലുള്ള ദൂരം -2 ആണ് അല്ലെ. 2 or 0 ആണ് രണ്ട് ടേം തമ്മിലുള്ള ദൂരം. അതിനേക്കാളും 2-നേക്കാളും കുറക്കാൻ കഴിയുമോ? ഇല്ല. എത്ര ദൂരം കഴിഞ്ഞാലും കഴിയുമോ? സോ -1 does not converge to any real number. Therefore sequence -1 diverges. ഒരു നമ്പറിലേക്ക് കൺവേർജ് ചെയ്യാത്ത നമ്പറിനെ നമ്മൾ അത് പറയും ഇത് ഡൈവേർജ് എന്ന് പറയും. നെക്സ്റ്റ് ഇസ് എ തിയറം ഓർ റിസൾട്ട്. തിയറം അതിന്റെ പ്രൂഫ് ഒന്നും വേണ്ട, നിങ്ങൾ ആ റിസൾട്ട് ആയിട്ട് മാത്രം കണ്ടാൽ മതി. ഇഫ് ലിമിറ്റ് extends to infinity f of x equal to L and an is a sequence defined by an equal to f of n, where n is a positive integer, then limit n tends to infinity n equal to n. അപ്പോൾ ഇവിടെ ഈ തിയറം കാണുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഒന്നുമില്ല, അതായത് ഒരു സീക്വൻസില് എന്നിന് പകരം എക്സ് ഇട്ട് കൊടുത്താൽ അതൊരു ഇൻഫിനിറ്റ് ലിമിറ്റ് ആയി മാറും. ഒരു ഉദാഹരണം നോക്കാം. അപ്പൊ ലിമിറ്റ് n tends to infinity 1/n എന്ന് പറഞ്ഞാല് is equal to limit x tends to infinity 1/x. ഇത് തമ്മില് ഇതിന്റെ ലിമിറ്റ്, ഇതിന് ലിമിറ്റ് ഉണ്ടെങ്കിൽ ഇതിന്റെ ലിമിറ്റ് 0 ആണ്. കാരണം ലിമിറ്റ് 0 ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്താണ്. കാരണം ഇതിന്റെ ലിമിറ്റ് 0 ആണ്. അപ്പൊ ഇത് തമ്മില് ഇത് രണ്ടും ഒന്നാണോ? നമുക്ക് n tends to infinity പറഞ്ഞാല് n is a natural number എന്ന് പറഞ്ഞാല് n 1 2 3 4 എന്ന് പറഞ്ഞാല് x tends to infinity, x is a real number എന്ന ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ റിയൽ ഫംഗ്ഷൻ ആണ്. x 1 ആവാ 1.1 ആവാ, അങ്ങനെ x tends to infinity പറഞ്ഞാല് അത് ഇന്റിജർ, ഇത് ഇന്റിജറിലൂടെ ഇൻഫിനിറ്റി 1 2 3 എന്ന് പറഞ്ഞ ഇന്റിജേഴ്സ് മാത്രമായിട്ട്, പോസിറ്റീവ് ഇന്റിജേഴ്സ് മാത്രമായിട്ട് ഇൻഫിനിറ്റിയിലേക്ക്. ഇത് എക്സ് ലാർജ് ആവാന്ന് പറഞ്ഞാൽ ഏത് പോസിറ്റീവ് റിയൽ നമ്പറിലൂടെ പോവാ. അത് രണ്ടും ഒന്നാണ് കൺവേർജന്റ് സീക്വൻസിന് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾക്ക്
നമുക്കിത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. Show that limit 1 by n raised to r equal to 0 where r greater than or equal to 1. നമുക്ക് കാണേണ്ടതാണ് r greater than or greater than 0. r പോസിറ്റീവ് ആണ് 1 by n raised to r. r is a പോസിറ്റീവ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് പ്രൂവ് ചെയ്യാൻ വി ചെക്ക് സീക്വൻസിന്റെ ലിമിറ്റ് ആണ് ഇൻഫിനിറ്റ് ലിമിറ്റ് ആണ്. വി ചെക്ക് ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 by x raised to r എന്താണ് നോക്കുക. r പോസിറ്റീവ് ആണെങ്കിൽ ഇതെന്താണ് നോക്കുക. ഇതെന്താണ് നമ്മൾ ഇൻഫിനിറ്റ് ലിമിറ്റിൽ പഠിച്ചിട്ടുണ്ടോ? എന്നാൽ നമുക്കറിയാം ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 by x എന്താണ് ഡിനോമിനേറ്ററിലാണ് x വരുന്നെങ്കിൽ 0 ആണ്. കാരണം ഡിനോമിനേറ്റർ വളരെ വലുതാവുമ്പോൾ 1 by ബിഗ് നമ്പർ എന്താവും. x is a big number. So what about limit x tends to infinity 1 by x means 1 divided by a large number that goes to 0 obviously. So limit x tends to infinity 1 by x raised to r equal to 0. Therefore limit n tends to infinity 1 by n raised to r. This is also equal to 0 by the above result. Okay. ഇത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലിമിറ്റ് ലോസ് ഓഫ് സീക്വൻസ് ആണ്. ലിമിറ്റ് ലോസ് സീക്വൻസ് സീക്വൻസുകൾക്കുള്ള ലിമിറ്റ് ലോസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, സപ്പോസ് limit n tends to infinity an equal to l, limit n tends to infinity bn equal to m. രണ്ട് സീക്വൻസിന്റെ ലിമിറ്റുകളാണ്. Then and c is a constant. Then the first law is what is limit n tends to infinity can. ഒരു കോൺസ്റ്റന്റ് ലിമിറ്റിന്റെ ടേമിന്റെ കൂടെ ഉണ്ടെങ്കിൽ സീക്വൻസിന്റെ കൂടെ നമുക്ക് കോൺസ്റ്റന്റ് ഒഴിവാക്കിയിട്ട് ലിമിറ്റ് കാണാം. ദാറ്റ് ഈസ് c into limit n tends to infinity c into l അല്ലെ. limit n tends to infinity n എന്താണ്? l ആണ്, നമുക്കറിയാലോ. അപ്പോ ഇതാണ് ഒന്നാമത്തെ റിസൾട്ട്. രണ്ടാമത്തെ റിസൾട്ട് പറഞ്ഞാല് limit n tends to infinity an plus or minus bn equal to limit n tends to infinity an plus or minus limit n tends to infinity bn. So it's equal to what is limit n tends to infinity an plus or minus m is the second result. ഇതേപോലെ സീക്വൻസിൽ നമുക്ക് അറിയുന്ന റിസൾട്ടുകൾ തന്നെയാണ്. ഒബ്വിയസ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകൾ ഉണ്ട്. തേർഡ് വൺ limit n tends to infinity an into bn equal to limit n tends to infinity an into limit n tends to infinity bn that's equal to l into m. പക്ഷേ കോഷ്യന്റ് വരുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഫോർത്ത് വൺ limit n tends to infinity an by bn വരുമ്പോൾ is equal to limit n tends to infinity an divided by limit n tends to infinity bn. ഇവിടെ എന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാല് is equal to m by എന്താണ് l by m. നമുക്ക് അറിയാം കോഷ്യന്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ സീക്വൻസിൽ ഈ ഡിനോമിനേറ്ററിലെ സീക്വൻസിൽ ഇപ്പൊ a1 by b1 എന്ന് പറയണമെങ്കിൽ a1 b1 എന്തായിരിക്കണം? നോൺ സീറോ ആയിരിക്കണം. a2 by b2 എന്ന് പറയണമെങ്കിൽ b2 നോൺ സീറോ ആയിരിക്കണം. അപ്പൊ ഡിനോമിനേറ്ററിൽ സീറോയേ വരാതിരിക്കണം. അപ്പൊ ഇത് ഉണ്ടാവണമെങ്കിൽ
എന്തൊക്കെയാണ് bn not equal to 0. ഒരു bn ഉം 0 ആവാൻ പാടില്ല. For n belongs to n. ഒറ്റ സീക്വൻസിൽ ഒറ്റ bn കളും 0 ആവാൻ പാടില്ല. പിന്നെ ഈ m നെ കുറിച്ച് പറയുകയാണെങ്കിലോ m നോൺ 0. അപ്പൊ സീക്വൻസിലെ ടേമുകളോ അതിന്റെ ലിമിറ്റോ നോൺ 0 ആണെങ്കിൽ മാത്രം ഈ റിസൾട്ട് ഹോൾഡ് ചെയ്യും. അതേപോലെ ലാസ്റ്റ് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് ആണ് ലിമിറ്റ് n tends to infinity an raised to p equal to n raised to p if greater than 0 പവർ പോസിറ്റീവ് ആണെങ്കിൽ ടേം സീക്വൻസിലെ ടേമുകളും പോസിറ്റീവ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇത്രയും റിസൾട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഡിറ്റർമിൻ whether sequence n by n plus 1 converges or diverges. അപ്പൊ ഇത് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ലിമിറ്റ് n tends to infinity n by n plus 1 ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. What is this? Is equal to limit n tends to infinity. ഞാൻ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താ വരിക? 1 divided by 1 by n plus n by n plus 1 by n അല്ലേ? ഡിനോമിനേറ്ററിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ടേമിനെയും ഡിവൈഡ് ചെയ്യുക 1 plus 1 by n. അതായത് എന്താണ് ചെയ്തത്? ഇവിടെ n കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ n കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഇവിടെ n. ഓക്കെ, അതാണ് ചെയ്തത്. അപ്പോ ഇവിടെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 ആയി, ഇവിടെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 ആയി, ഇവിടെ n കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 by n ആയി. ഓക്കെ, ഇനി n tends to infinity ആകുമ്പോൾ നമുക്ക് ദിസ് ഓഫ് ദി ഫോം an by bn. ഇനി ഇതിന്റെ ലിമിറ്റ് എന്താണ്? 1 ന്റെ ലിമിറ്റ് എന്താണ്? 1. ഈ 1 plus 1 by n ന്റെ ലിമിറ്റ് എന്താണ്? 1 ന്റെ ലിമിറ്റും 1 by n ഓരോന്നിനും സെപ്പറേറ്റ് ലിമിറ്റ് കാണാം. സോ ദിസ് ഈക്വൽ ടു 1 divided by 1 plus ലിമിറ്റ് 1 by n. ആ ടേമിലേക്ക് മാത്രം ലിമിറ്റ് കണ്ടാൽ മതി. സോ ദിസ് ഈക്വൽ ടു 1 divided by 1 plus 0 is equal to 1. സോ ഇതാണ് ശരിക്കും നമ്മൾ ആ റിസൾട്ട് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി അടുത്ത പ്രോബ്ലങ്ങൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടി ലെവൽ കൂടിയ പ്രോബ്ലങ്ങളാണ്. ഫൈൻഡ് ഒന്നാമത്തെ പ്രോബ്ലം ലിമിറ്റ് n tends to infinity ln n divided by n. Second problem limit n tends to infinity e raised to n by n square. ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം ഈ പ്രോബ്ലം ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് ലിമിറ്റ് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. വാട്ട് ഈസ് ലിമിറ്റ് n tends to infinity ln n divided by n. നേരിട്ട് ലിമിറ്റിനെ n കൊടുത്താൽ എന്താ സംഭവിക്കുക? ln ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ആവും. അപ്പൊ എങ്ങനെ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യും? ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം നമ്മുടെ മുകളിലെ റിസൾട്ട് പ്രകാരം is equal to limit x tends to infinity ln x divided by x ആക്കാം. അപ്പോഴും ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണ്. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണെങ്കിൽ നമുക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ ഉപയോഗിക്കുക. വാട്ട് ഈസ് എൽ ഹോപ്പിറ്റൽ റൂൾ? എൽ ഹോപ്പിറ്റൽ റൂൾ എന്ന് പറഞ്ഞാല് 0 by 0 ഫോമോ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമോ ആണെങ്കിൽ we can ലിമിറ്റ് അതേപോലെ നടത്തിയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെപ്പറേറ്റ്ലി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വാട്ട് ഈസ് ln x ന്റെ ഡെറിവേറ്റീവ് എന്ത് വരിക? 1 by x. x ന്റെ ഡെറിവേറ്റീവ് എന്ത് വരിക? നമുക്ക് ന്യൂമറേറ്റർ വേറെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിനോമിനേറ്റർ വേറെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇപ്പൊ എന്താ കിട്ടിയത്? ലിമിറ്റ് x tends to infinity 1 by x is that equal to 0. x very large ആകുമ്പോൾ 1 by x goes to 0. ഇപ്പൊ നമുക്ക് കിട്ടിയ ലിമിറ്റ് n tends to infinity ln n by n equal to 0.
വളരെയധികം ശ്രദ്ധിക്കുന്ന പ്രത്യേക രീതിയിലാണ് ഇവാലുവേഷൻ നടത്തുന്നത്. ആദ്യം നമ്മൾ എന്നിന് പകരം എക്സ് കൊടുത്തു. അപ്പൊ അത് റിയൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. റിയൽ നമ്പറിലെ ലിമിറ്റ് കാണാൻ നമുക്ക് എൽ ഹോപ്പിറ്റൽ റൂൾ ഉണ്ട്. അത് ഉപയോഗിച്ച് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടി. അപ്പൊ നേരിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയാത്തതിനെ എൽ ഹോപ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഓർത്തിരിക്കട്ടോ. ഇനി രണ്ടാമത്തത് ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e raised to n divided by m square ആണ് അല്ലെ. e raised to n divided by m square ആണ്. So this is equal to x tends to infinity e raised to x divided by x square. This is equal to this also of the form in e raised to infinity x square infinity and infinity by infinity form. So we can apply a rule. This is equal to limit x tends to infinity e raised to x differentiate e raised to x and 2x x square differentiate ചെയ്താൽ 2x വല്ല ഡെവലപ്മെന്റ് ഉണ്ടോ നോക്കാം. ഇവിടെ x square x ആയിരുന്നുള്ളൂ. അപ്പൊ മുകളിൽ x ന് ഇൻഫിനിറ്റി എടുത്തത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം തന്നെയാണ് വരിക. സോ ഒരു ഡെവലപ്മെന്റ് ഇല്ല. സോ we differentiate infinity by infinity എത്ര? Infinity by infinity we cannot predict. So this is equal to limit x tends to infinity. വീണ്ടും മുകളിലും താഴെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. e raised to x divided by 2x differentiate 2i. ഇനി ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആണോ? x ന് ഇൻഫിനിറ്റി എടുത്തത് എന്താവും? ഇൻഫിനിറ്റി ബൈ 2. ഇൻഫിനിറ്റിന്റെ പകുതി എന്താണ്? ഇൻഫിനിറ്റി തന്നെയാണ്. So this is equal to infinity. So the sequence in the limit infinity കിട്ടി. So sequence e raised to n by n square converges, or the sequence has limit infinity at infinity limit value infinity ആണ് ആൻസർ കിട്ടുക. ഓക്കെ, ഇന്ന് ഇത്രയും മതി. ഇതോടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.